അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഒരു 45 പേരോളം നമ്മളോട് എണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പ് ഭാഗങ്ങളിലാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് പ്ലാൻസ് ഒക്കെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണ തയ്യാറാക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചെടികളാണ്, എന്തൊക്കെ ഔഷധ കൂട്ടുകളാണ് നമ്മൾ ഇതിനകത്തുള്ളതെന്നുള്ളത് കുറച്ച് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കുറുന്തോട്ടി. കുറുന്തോട്ടി തന്നെ 2 തരത്തിലുണ്ട്. അപ്പം ഇല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ചെറിയ ഇലയാണ്. ഈ ഇലയാണ് നമ്മൾ ഔഷധത്തിനായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ പൂവാങ്കുരുന്നിലയും മുയൽച്ചെവിയനും കണ്ടാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. പൂവാങ്കുരുന്നിലയാണ്. ഇത് കൺമഷിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ ഇത് വെച്ചാണ് കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ചെടിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചിലത് മൈഗ്രെയിൻ, പൂവാങ്കുരുന്നിലേക്ക് തലവേദനയും നീർക്കെട്ടുമൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റാണ്. ചിലത് മുടിക്ക് നീളം വെക്കാനായിട്ട് ബെസ്റ്റാണ്. ചിലത് നമ്മുടെ തലയിലെ pH വാല്യൂ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുരിങ്ങയിലേക്ക് ഏറ്റവും ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആകുന്നതാണ്. ചില ഔഷധക്കൂട്ടുകൾ ഈ പറയുന്നത് പോലെ സ്കാൾപ്പിൽ, അതായത് മുടിയുടെ റൂട്ട് പെർഫെക്റ്റ് ആകണം, അതിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കുടങ്ങൽ, ഇതെല്ലാം തന്നെ നമ്മളിവിടെ ട്രൈബൽ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ കീഴാർനെല്ലിയൊക്കെ കഷണ്ടിക്ക് ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നെല്ലിക്ക, അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നെല്ലിക്കയുടെ പ്രയോജനം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് കേശവർദ്ധിനി, മുടി നീണ്ടി എന്നും പറയും. അതിന് ഒരു ഏകദേശം നല്ലൊരു വയലറ്റ് കളർ പൂവാണ്. ഇപ്പോൾ കേശവർദ്ധിനിയൊക്കെ ഇത് എല്ലാം തന്നെ മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ചിലത് തലവേദന, അതായത് ഈ കാച്ചിയ എണ്ണയ്ക്ക് പൊതുവേ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് തന്നെ തലവേദനയും ജലദോഷം വരുമോ, പനി പിടിക്കുമോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള ഔഷധക്കൂട്ടുകൾ എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂ, നമ്മൾ ഉപയോഗിക്കുന്ന താളിയാണേലും അല്ലെങ്കിൽ മുടിയുടെ ഗ്രോത്തിനും ഷാമ്പൂ ആയിട്ടും ഒക്കെ നമുക്ക് ചെമ്പരത്തിയുടെ എസൻസ് യൂസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ കറ്റാർവാഴ മെയിനായിട്ട് ഇതിൽ എല്ലാം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കറ്റാർവാഴ ഇത്രയുണ്ട്. പക്ഷേ അതിൻ്റെ ഞാനിപ്പോൾ പറിച്ച് വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആ യെല്ലോ കളറ് ഇത് എപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കറ്റാർവാഴ എടുക്കാൻ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കയ്യോന്നിയുണ്ട്, അതുപോലെ തന്നെ നീലാമരി ഉണ്ട്, പിന്നെ ജടാമഞ്ചിയുണ്ട്, ആലിൻ്റെ വേരുണ്ട്, പിന്നെ നമ്മുടെ ആര്യവേപ്പിലയൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ താരൻ മാറാനും ഇച്ചിങ് മാറാനായിട്ടും ഒക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആര്യവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കി കുപ്പിയിലാക്കി സെയിലിന് റെഡിയാവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഋതുഗന്ധ ഹെയർ ഓയിലിൻ്റെ കൂട്ടെന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഇതിനകത്തുള്ളത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളോട് പറയുന്നത് മാത്രമേ ഞാൻ എൻ്റെ എണ്ണയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. 21 കൂട്ടം ഔഷധക്കൂട്ടുകളാണ് നമ്മൾ ഈ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ അവിടേക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. താങ്ക്